നമസ്കാരം, റിയൽ ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. വാഹനങ്ങൾ നിറഞ്ഞോടിയ ഹൈവേയിൽ പറന്നിറങ്ങി വിമാനം. വൻ ദുരന്തം ഒഴിവായത് തലനാരിഴയ്ക്ക് മാത്രം. ഞെട്ടിക്കുന്ന വീഡിയോ പുറത്തായി. അമേരിക്കയിലെ മിനസോട്ടയിലെ തിരക്കേറിയ 35W ഫ്രീവേയിലാണ് ബുധനാഴ്ച രാത്രി 9:30 വിമാനം ലാൻഡ് ചെയ്തത്. എഞ്ചിൻ തകരാറാണ് കാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. വിമാനം പറത്തുന്നതിനുള്ള ക്രൈഗിന്റെ കഴിവാണ് വൻ ദുരന്തം ഒഴിവാക്കിയത്. റോഡിൽ തെന്നിമാറിയ വിമാനത്തിൽ നിന്ന് തൊട്ടടുത്തുണ്ടായിരുന്ന കാറുകൾ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. എമർജൻസി ലാൻഡിംഗിന്റെ കാരണം കണ്ടെത്താൻ അധികൃതർ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണിപ്പോൾ. പരിചയസമ്പന്നനായ പൈലറ്റായ ക്രൈഗ് അന്താരാഷ്ട്ര മത്സരങ്ങളിൽ സമ്മാനം നേടിയ വ്യക്തി കൂടിയാണ്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കോവിഡ് പ്രതിരോധത്തിന്റെ കാര്യക്ഷമതയിൽ എറണാകുളം ജില്ല ഏറെ മുന്നിലെന്ന് വ്യക്തമാക്കി സംസ്ഥാന സർക്കാരിന്റെ കണക്കുകൾ. ജില്ലയുടെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 5.97% മാത്രമാണ്. സംസ്ഥാന തലത്തിൽ 9.95% പോസിറ്റിവിറ്റി നിരക്കെന്നും കോവിഡ് അവലോകന റിപ്പോർട്ടിലുണ്ട്. സംസ്ഥാന ശരാശരിയുടെ പകുതിയോളം മാത്രമാണ് നിലവിൽ എറണാകുളം ജില്ലയുടെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. കാസർഗോഡ് മാത്രമാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിൽ ജില്ലയേക്കാൾ പിന്നിലുള്ളത്. അതേസമയം പരിശോധനകളുടെ എണ്ണത്തിൽ സംസ്ഥാനത്ത് ഏറ്റവും മുന്നിലാണ് എറണാകുളം. ആകെ ലക്ഷ്യമിട്ടതിൽ 93.6% പൂർത്തിയാക്കാൻ ജില്ലക്കായി. ഏറ്റവുമധികം വയോജന മന്ദിരങ്ങൾ ഉള്ളതും എറണാകുളം ജില്ലയിലാണ്. ആകെ പ്രവർത്തിക്കുന്ന 146 വൃദ്ധസദനങ്ങളിലും കോവിഡ് പരിശോധന നടത്താൻ ജില്ലാ ആരോഗ്യ വിഭാഗത്തിന് സാധിച്ചു. സർക്കാർ സ്വകാര്യ യോജിപ്പിച്ചുകൊണ്ടുള്ള കോവിഡ് പ്രതിരോധമാണ് ജില്ലയിൽ നടക്കുന്നത്. സർക്കാർ ആശുപത്രികളിൽ 160 ICU ബെഡുകളും 159 വെന്റിലേറ്റർ ബെഡുകളുമുണ്ട്. അതോടൊപ്പം സ്വകാര്യ ആശുപത്രികളിൽ 1250 ICU ബെഡുകളും 338 വെന്റിലേറ്ററുകളും ക്രമീകരിച്ചിട്ടുണ്ട്. എന്നാൽ കുറഞ്ഞ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് നിലനിർത്താൻ കഴിയുന്നത് വിവിധ വകുപ്പുകളുടെ കൂട്ടായ പ്രവർത്തനം മൂലമാണെന്ന് ജില്ലാ കളക്ടർ S. സുഹാസ് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ഡോളർ കടത്ത് കേസിൽ അറ്റാഷയെ ചോദ്യം ചെയ്യാൻ അനുമതി തേടി കസ്റ്റംസ്. ധനകാര്യ മന്ത്രാലയത്തിന് കസ്റ്റംസ് അനുമതി തേടി കത്തയച്ചു. UAE കോൺസുൽ ജനറലിനെ ചോദ്യം ചെയ്യണമെന്നും ആവശ്യമുണ്ട്. കോൺസുലേറ്റിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാൻ ധനകാര്യ മന്ത്രാലയത്തിന്റെ അനുമതിയും ആവശ്യമാണ്. ലോക്ഡൌൺ സമയത്ത് യാത്ര ചെയ്ത 6 വിദേശ പൗരന്മാരുടെ വിവരം കസ്റ്റംസ് ശേഖരിക്കുന്നുണ്ട്. തിരുവനന്തപുരത്തു നിന്നും കൊച്ചിയിൽ നിന്നും പോയ ഇവരുടെ യാത്രാ വിവരങ്ങൾ പരിശോധിക്കും. അതേസമയം മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M. ശിവശങ്കർ, സ്വപ്ന സുരേഷ്, സരിത്ത് എന്നിവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും. കസ്റ്റംസ് ആണ് ചോദ്യം ചെയ്യുന്നത്. കേസിൽ ശിവശങ്കറിന്റെ പങ്ക് വ്യക്തമാക്കുന്നതിനും ഉന്നതരെക്കുറിച്ച് തെളിവ് ലഭിക്കുന്നതിനു വേണ്ടിയുമാണ് ചോദ്യം ചെയ്യൽ. യൂണിടാക് ഉടമ സന്തോഷ് ഈപ്പനെ കസ്റ്റംസ് ഇന്നലെ ചോദ്യം ചെയ്തിരുന്നു. സ്വപ്നയടക്കമുള്ള പ്രതികൾക്ക് കൈക്കൂലിയായി $4.5 കോടി നൽകിയ വിവരം സന്തോഷ് ഈപ്പൻ കസ്റ്റംസിനെ അറിയിച്ചു. കേസിൽ ഇനിയും കൂടുതൽ ഉന്നതരെ ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് വിവരം. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ബ്രിട്ടീഷ് കമ്പനിയായ ഫൈസറിന്റെ കോവിഡ് വാക്സിൻ ഇന്ത്യയിൽ പരീക്ഷണം നടത്തില്ല. ബ്രിട്ടനിൽ പരീക്ഷിച്ച് 95% ഫലം കണ്ടെത്തിയ വാക്സിനാണ് ഫൈസറിന്റേത്. രാജ്യത്ത് അടിയന്തര വാക്സിന് ഉപയോഗത്തിന് ഫൈസർ അനുമതി തേടിയിട്ടുണ്ട്. അനുമതിക്കായി ഡ്രഗ്സ് കൺട്രോൾ ഓഫ് ജനറൽ ഇന്ത്യക്ക് അപേക്ഷ നൽകി. ഇറക്കുമതി ചെയ്ത് വിതരണം ചെയ്യാൻ അനുവദിക്കണമെന്നാണ് ആവശ്യം. ഫൈസറിന്റെ കോവിഡ് പ്രതിരോധ വാക്സിൻ ഇന്ത്യയിൽ ലഭ്യമാക്കുന്നതിന് കേന്ദ്ര സർക്കാരുമായി ചർച്ച നടത്തി വരികയാണെന്ന് കമ്പനി അറിയിച്ചിരുന്നു. നേരത്തെ ബ്രിട്ടീഷ് സർക്കാർ വാക്സിൻ ഉപയോഗിക്കാൻ അനുമതി നൽകിയിരുന്നു. വാക്സിൻ ഇന്ത്യയിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ ചർച്ച പുരോഗമിക്കുകയാണെന്ന് ഫൈസറിന്റെ ഔദ്യോഗിക വക്താവ് വ്യക്തമാക്കി. അമേരിക്കൻ കമ്പനിയായ ഫൈസർ ജർമ്മൻ ഔഷധ കമ്പനിയായ ബയോടെക്കുമായി ചേർന്നാണ് വാക്സിൻ വികസിപ്പിച്ചത്. ഈ വാക്സിൻ അടുത്തയാഴ്ച മുതൽ ജനങ്ങളിൽ വിതരണം ചെയ്യാൻ ബ്രിട്ടീഷ് സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. ഫൈസറിന്റെ വാക്സിൻ -70°C സൂക്ഷിക്കേണ്ടതിനാൽ വലിയ ജനസംഖ്യയുള്ള ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നത് വളരെ വലിയ വെല്ലുവിളിയായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ വ്യക്തമായ പദ്ധതിക്ക് രൂപം നൽകിയിട്ടുണ്ടെന്ന് കമ്പനി അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. രാജ്യത്ത് ഇന്ധന വിലയിൽ ഇന്നും വർധന. പെട്രോളിന് ലിറ്ററിന് 28 പൈസ കൂടി 85.41 എന്ന നിരക്കിലെത്തി. ഡീസൽ വില 31 പൈസ വർദ്ധിച്ച് 79.38 എന്ന നിരക്കിലുമെത്തി. ഇതോടെ വില 2 വർഷത്തെ ഉയർന്ന നിലയിലായി. തിരുവനന്തപുരം നഗരപരിധിക്ക് പുറത്ത് പെട്രോളിന് 85 രൂപയും ഡീസലിന് 79 രൂപയുമാണ് വില. സംസ്ഥാനത്ത് പലയിടത്തും പെട്രോൾ വില 85 രൂപയിലെത്തിയിട്ടുണ്ട്. കൊച്ചിയിൽ പെട്രോളിന് വില 83.66 രൂപയും ഡീസലിന്റെ വില 77.74 രൂപയുമാണ്. ഇന്നലത്തെ വിലവർധനയോടെ 2018 സെപ്റ്റംബറിനു ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിലയിലാണ് രാജ്യതലസ്ഥാനത്ത് ഇന്ധനവിലയെന്ന് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
2 മാസത്തെ ഇടവേളയ്ക്കു ശേഷം നവംബർ 20-നാണ് പ്രതിദിന വില നിർണ്ണയം എണ്ണ കമ്പനികൾ പുനരാരംഭിച്ചത്. രാജ്യാന്തര വിപണിയിൽ അസംസ്കൃത എണ്ണ വില കൂടുന്നതിനനുസരിച്ചാണ് രാജ്യത്ത് വില പുതുക്കുന്നതെന്നാണ് എണ്ണ കമ്പനികൾ പറയുന്നത്. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. ബുറേവി ചുഴലിക്കാറ്റ് ന്യൂനമർദ്ദമായി മാന്നാർ കടലിടുക്കിൽ തുടരുന്നതിനാൽ സംസ്ഥാനത്ത് അടുത്ത 2 ദിവസത്തേക്ക് കൂടി പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, മലപ്പുറം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത്. 8 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, മലപ്പുറം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത്. 8 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. കനത്ത ഇടിമിന്നൽ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകാനുള്ള നിരോധനം തുടരുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി. അതേസമയം തമിഴ്നാട്ടിലെ തെക്കൻ ജില്ലകളിലും കാവേരി തീരമേഖലയിലും മഴ തുടരുകയാണ്. ഇടവിട്ട് കനത്ത മഴയുണ്ട്. മാന്നാർ കടലിടുക്കിൽ തുടരുന്ന ബുറേവി ചുഴലിക്കാറ്റ് കൂടുതൽ ദുർബലമായി ശക്തി കുറഞ്ഞ ന്യൂനമർദ്ദമായി മാറി. ഇതോടെയാണ് കേരള, പുതുച്ചേരി തീരങ്ങളിൽ മഴ മുന്നറിയിപ്പ് നൽകിയത്. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. സംസ്ഥാനത്ത് ജനുവരി മുതൽ ഓൺലൈനിലൂടെ എടുക്കുന്ന വാഹന പുക പരിശോധനാ സർട്ടിഫിക്കറ്റുകൾക്ക് മാത്രമേ സാധുത ഉണ്ടായിരിക്കുകയുള്ളൂ എന്ന് റിപ്പോർട്ട്. പഴയ സംവിധാനത്തിൽ പുകപരിശോധനാ സർട്ടിഫിക്കറ്റ് എടുത്തിട്ടുള്ളവർക്ക് കാലാവധി തീരുന്നതുവരെ സാധ്യതയുണ്ടാകുമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഇതുവരെ 700 പൊല്യൂഷൻ ടെസ്റ്റിംഗ് കേന്ദ്രങ്ങളെ കേന്ദ്ര സർക്കാരിന്റെ വാഹൻ സോഫ്റ്റ്വെയറുമായി ബന്ധിപ്പിച്ചു. സംസ്ഥാനത്ത് 70,000 സർട്ടിഫിക്കറ്റുകൾ ഓൺലൈൻ വഴി നൽകിയെന്നും അധികൃതർ പറയുന്നു. ഓൺലൈനായി നടന്ന പുകപരിശോധനയിൽ 1500 വാഹനങ്ങൾ പരാജയപ്പെട്ടു. പുതുതായി സർട്ടിഫിക്കറ്റ് എടുക്കുന്നവർ ഓൺലൈനായി എടുക്കണമെന്നും അധികൃതർ വ്യക്തമാക്കുന്നു. ഓൺലൈൻ സംവിധാനത്തിലൂടെ സർട്ടിഫിക്കറ്റുകളുടെ സാധുത ഉദ്യോഗസ്ഥർക്ക് ഓൺലൈനായി ഉറപ്പുവരുത്താൻ കഴിയും. സംസ്ഥാനത്ത് വാഹന പുകപരിശോധന കൃത്യമല്ലെന്ന് നേരത്തെ തന്നെ വ്യാപക പരാതി ഉയർന്നിരുന്നു. കൃത്രിമ പരിശോധനാ ഫലം രേഖപ്പെടുത്തി സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതായി പരിശോധനയിൽ വ്യക്തമായിരുന്നു. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണത്തിൽ ഇൻഷുറൻസ് പോളിസിയിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിച്ച് CBI. മരണത്തിന് മാസങ്ങൾക്ക് മുൻപെടുത്ത ഇൻഷുറൻസ് പോളിസിയിൽ ദുരൂഹതയെന്ന് ബന്ധുക്കളുടെ ആരോപണമുണ്ടായിരുന്നു. LIC മാനേജർ ബാലഭാസ്കറിനെ ചികിത്സിച്ച സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. ബാലഭാസ്കറിന്റെ മരണത്തിന് 8 മാസം മുൻപെടുത്ത ഇൻഷുറൻസ് പോളിസിയിൽ ദുരൂഹതയുണ്ടെന്ന് അച്ഛൻ KC ഉണ്ണി അടക്കമുള്ള ബന്ധുക്കൾ പരാതിപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിലാണ് CBIയുടെ നിർണായക നീക്കം. ബാലഭാസ്കർ മരിക്കുന്നതിന് 8 മാസം മുൻപാണ് 82 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പോളിസി എടുത്തിരുന്നത്. അപേക്ഷാ ഫോമിലെ കൈയൊപ്പ് വ്യാജമാണെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ പോളിസി തുക തടഞ്ഞുവെച്ചിരിക്കുകയായിരുന്നു ഇൻഷുറൻസ് കമ്പനി. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. സൗദിയുടെ അതിർത്തി പ്രദേശങ്ങളിൽ ശക്തമായ മഴ തുടരുന്നു. കിഴക്കൻ അതിർത്തി പ്രദേശമായ ഹഫർബാത്തിൻ, വടക്കൻ അതിർത്തി പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലാണ് ഇന്നലെ മുതൽ ആരംഭിച്ച മഴ തുടരുന്നത്. മഴയിൽ പലയിടത്തും വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ട് ഗതാഗത തടസ്സം നേരിട്ടു. ഞായറാഴ്ച വരെ മഴ തുടരുമെന്ന് കാലാവസ്ഥാ കേന്ദ്രവും മുന്നറിയിപ്പ് നൽകി. രാജ്യത്ത് ശൈത്യം ശക്തിപ്പെടുന്നതിന് മുന്നോടിയായാണ് മഴ ആരംഭിച്ചത്. ഇടിമിന്നലോട് കൂടിയ പേമാരിയാണ് പലയിടങ്ങളിലും അനുഭവപ്പെടുന്നത്. ഹഫറിലെ സൂഖ്, മുഹമ്മദിയ, ഫൈസലിയ, നായിഫിയ, ഉമുഹഷർ തുടങ്ങിയ ഭാഗങ്ങളിൽ പെയ്ത പേമാരിയിൽ പരിസരം വെള്ളക്കെട്ടുകൾ കൊണ്ട് നിറഞ്ഞു. പലയിടത്തും റോഡുകൾ വെള്ളത്തിനടിയിലായതോടെ ഗതാഗതം സ്തംഭിച്ചു. താഴ്വാരങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം ഒഴുകിയെത്തിയതോടെ വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ വെള്ളത്തിനടിയിലായി. പ്രദേശത്ത് മഴ തുടരുന്നതിനാൽ ജാഗ്രത പാലിക്കാൻ സിവിൽ ഡിഫൻസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വടക്കൻ അതിർത്തി പ്രദേശങ്ങളിലും ദിവസങ്ങളായി തുടരുന്ന മഴയാണ് അനുഭവപ്പെടുന്നത്. അൽ ഖസീം, അബഹ, അൽബാഹ, നജ്റാൻ പ്രദേശങ്ങളിലാണ് മഴയും മൂടൽമഞ്ഞും തുടർച്ചയായി അനുഭവപ്പെട്ടു വരുന്നത്. വരും ദിവസങ്ങളിലും രാജ്യത്ത് പരക്കെ മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതി മാറ്റണമെന്ന സർക്കാർ ഹർജിക്കെതിരെ ദിലീപ് സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി നൽകി. വിചാരണ കോടതി മാറ്റണമെന്ന ഹർജി ഹൈക്കോടതി തള്ളിയതിന് പിറകെയാണ് സർക്കാർ ഇതേ ആവശ്യവുമായി സുപ്രീം കോടതിയെ സമീപിച്ചത്. ഇതിനെതിരെയാണ് ദിലീപ് തടസ്സ ഹർജി നൽകിയിരിക്കുന്നത്. തന്റെ ഭാഗം കേൾക്കാതെ ഉത്തരവ് ഇറക്കരുതെന്നാണ് ദിലീപിന്റെ ആവശ്യം. വിചാരണ കോടതി ജഡ്ജി ഏകപക്ഷീയമായി പെരുമാറുന്നുവെന്നും പ്രധാന പല മൊഴികളും രേഖപ്പെടുത്തിയില്ലെന്നും നടി ആരോപിച്ചിരുന്നു. കേസ് മറ്റൊരു കോടതിയിലേക്ക് മാറ്റണമെന്ന് സർക്കാരും ആവശ്യപ്പെട്ടെങ്കിലും അത് ഹൈക്കോടതി അംഗീകരിച്ചില്ല. കേസിലെ വിചാരണ പുനരാരംഭിക്കാനിരിക്കെയാണ് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത്. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. കോവിഡ് പരീക്ഷണ വാക്സിൻ കുത്തിവെച്ച ഹരിയാന ആരോഗ്യമന്ത്രി അനിൽ വിജിന് കോവിഡ് സ്ഥിരീകരിച്ചു. അദ്ദേഹം തന്നെയാണ് ട്വിറ്ററിലൂടെ ഇക്കാര്യം അറിയിച്ചത്. തനിക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായും താനുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ സമ്പർക്കമുണ്ടായിരുന്നവർ പരിശോധന നടത്തണമെന്നും അനിൽ വിജ് പറഞ്ഞു.
അനിൽ വിജിനെ അംബാല കണ്ടോൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഭാരത് ബയോടെക് നിർമ്മിച്ച കോവാക്സിൻ എന്ന് പേരിട്ടിരിക്കുന്ന വാക്സിന്റെ 3ാം ഘട്ട മനുഷ്യ പരീക്ഷണത്തിന്റെ ഭാഗമായാണ് അനിൽ വിജ് കുത്തിവയ്പ്പെടുത്തത്. നിലവിൽ 5 വാക്സിനുകളാണ് ഇന്ത്യയിൽ ക്ലിനിക്കൽ പരീക്ഷണ ഘട്ടത്തിലുള്ളത്. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. ലാബിൽ നിർമ്മിച്ച ഇറച്ചിയുടെ വിൽപ്പന അനുവദിച്ച് സിംഗപ്പൂർ. ഈറ്റ് ജസ്റ്റ് എന്ന US സ്റ്റാർട്ടപ്പ് കമ്പനിക്കാണ് കൃത്രിമമായി ലബോറട്ടറിയിൽ നിർമ്മിച്ച ഇറച്ചി വിൽക്കാൻ അനുമതി ലഭിച്ചിരിക്കുന്നത്. മൃഗങ്ങളെ കശാപ്പ് ചെയ്യാതെ ഏറ്റവും വൃത്തിയായ ഇറച്ചി വിൽക്കാൻ ലോകത്ത് ആദ്യമായാണ് അനുമതി ലഭിക്കുന്നതെന്ന് കമ്പനി അവകാശപ്പെട്ടു. നഗറ്റുകൾ പോലെയാണ് കോഴിയിറച്ചി വിൽക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഈറ്റ് ജസ്റ്റ് വ്യക്തമാക്കി. $50 ഇതിന് വില, ഏകദേശം 3600 രൂപ. എന്നാൽ ഇപ്പോൾ വില കുറഞ്ഞിട്ടുണ്ടെന്നും സിംഗപ്പൂർ റെസ്റ്റോറന്റുകളിൽ വിഭവം എത്തുമ്പോൾ സാധാരണ ഇറച്ചിയേക്കാൾ നേരിയ വിലവർധനവ് മാത്രമേ ഉണ്ടാകൂ എന്നും ഈറ്റ് ജസ്റ്റ് സ്ഥാപകനും CEOയുമായ ജോഷ് ടെട്രിക് പറഞ്ഞു. ആരോഗ്യം, മൃഗസംരക്ഷണം, പരിസ്ഥിതി തുടങ്ങിയ വിവിധ ഘടകങ്ങളെക്കുറിച്ചുള്ള ഉത്കണ്ഠ മൂലം കൃത്രിമ ഇറച്ചിക്കായുള്ള ആവശ്യകത വർദ്ധിച്ചു വരികയാണ്. എന്നാൽ മൃഗങ്ങളുടെ മാംസപേശിയിലെ കോശങ്ങളിൽ നിന്ന് കൾച്ചർ ചെയ്ത് നിർമ്മിക്കുന്ന കൃത്രിമ ഇറച്ചിയുടെ നിർമ്മാണ ചെലവ് ഈ ഘട്ടത്തിൽ വളരെ കൂടുതലാണ്. ആഗോളതലത്തിൽ നിരവധി കമ്പനികളാണ് മീൻ, ബീഫ്, ചിക്കൻ എന്നിവ ലാബിൽ നിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. വിജയ് മല്യയുടെ ഫ്രാൻസിലെ 14.35 കോടി മൂല്യമുള്ള ആസ്തികൾ കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടിച്ചെടുത്തു. ഫോഷ് അവന്യൂ 32-ലെ വസ്തുവാണ് ഫ്രഞ്ച് അധികൃതരുടെ സഹായത്തോടെ പിടിച്ചെടുത്തത്. മധ്യരാജാവ് വിജയ് മല്യയുടെ ഫ്രാൻസിലെ 14.35 കോടി മൂല്യമുള്ള ആസ്തികൾ കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടിച്ചെടുത്തു. ഫോഷ് അവന്യൂ 32-ലെ വസ്തുവാണ് ഫ്രഞ്ച് അധികൃതരുടെ സഹായത്തോടെ പിടിച്ചെടുത്തത്. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടി. 2016 ജനുവരിയിൽ അന്വേഷണം ആരംഭിച്ചതിനു ശേഷം ഇതുവരെ 11,231.70 കോടി മൂല്യമുള്ള മല്യയുടെ ആസ്തികളാണ് ED പിടിച്ചെടുത്തത്. മല്യയെ ഇന്ത്യയിലെത്തിക്കുന്നതിന് സ്വീകരിച്ച നടപടികൾ 6 ആഴ്ചയ്ക്കുള്ളിൽ അറിയിക്കണമെന്ന് നവംബർ 2-ന് സുപ്രീംകോടതി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു. UU ലളിത്, അശോക് ഭൂഷൺ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. കേസിൽ നിന്ന് ഒഴിവാക്കണമെന്ന് മല്യയുടെ അഭിഭാഷകൻ EC അഗർവാല ആവശ്യപ്പെട്ടെങ്കിലും കോടതി അത് നിരസിക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. IT നിയമപരിഷ്കരണത്തിന് നടപടികളുമായി ദേശീയ വനിതാ കമ്മീഷൻ. നവമാധ്യമങ്ങളിലെ സ്ത്രീവിരുദ്ധതയ്ക്കെതിരെ നടപടികൾ ശുപാർശ ചെയ്യും. നവമാധ്യമങ്ങളിലെ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾക്കും പ്രചരണത്തിനും കർശന ശിക്ഷയ്ക്കും ശുപാർശ ചെയ്യും. IT നിയമത്തിലെ വകുപ്പ് 67, 67A വകുപ്പുകളിൽ കർശന വ്യവസ്ഥ ഉൾപ്പെടുത്താൻ നിർദ്ദേശിക്കും. വനിതാ കമ്മീഷൻ നിയമിച്ച ഒരു പാനൽ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളാണ് ഇവയെല്ലാം. IT ആക്ട് പരിഷ്കരിക്കാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഇതിന്റെ ചുവട് പിടിച്ചാണ് വനിതാ കമ്മീഷന്റെ നീക്കം. വനിതാ നിയമമാണെങ്കിലും IT ആക്ട് ആണെങ്കിലും സ്ത്രീകൾക്കെതിരായ സൈബർ കുറ്റകൃത്യങ്ങൾ തടയാൻ കഴിയുന്നതാവണമെന്നാണ് പാനൽ അഭിപ്രായപ്പെട്ടത്. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. രജനീകാന്ത് പാർട്ടി പ്രഖ്യാപിക്കുമെന്ന് അറിയിച്ചതിനെ തുടർന്ന് താരത്തെ സ്വാഗതം ചെയ്ത് BJP. ഡിസംബറിൽ പാർട്ടി പ്രഖ്യാപിക്കുമെന്നാണ് താരം അറിയിച്ചിരുന്നത്. രജനീകാന്തുമായി സഖ്യമുണ്ടാക്കാൻ തങ്ങൾ തയ്യാറാണെന്നും BJP വക്താക്കൾ അറിയിച്ചു. തെരഞ്ഞെടുപ്പിൽ തങ്ങൾ വിജയിക്കുമെന്നും സത്യസന്ധവും സുതാര്യവും അഴിമതിരഹിതവും ആത്മീയവുമായ രാഷ്ട്രീയമാണ് തങ്ങളുടെ വാഗ്ദാനമെന്നും രജനീകാന്ത് പറയുന്നു. തമിഴ്നാട്ടിലെ ജനങ്ങളുടെ നന്മയ്ക്കുവേണ്ടി ജീവൻ ത്യജിക്കാൻ പോലും താൻ തയ്യാറാണ്. തമിഴ്നാട്ടിൽ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നും ജാതിമത വർഗ വ്യത്യാസമുണ്ടാകില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അതേസമയം താരത്തിന്റെയും BJPയുടെയും ആശയങ്ങൾ ഒരുമിച്ച് പോകുന്നതാണെന്നും രജനീകാന്ത് തങ്ങളെ പിന്തുണയ്ക്കുമെന്നാണ് കരുതുന്നതെന്നും BJP വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. UAE-യിലെ മസ്ജിദുകളിൽ ജുമ പുനരാരംഭിച്ചു. 9 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കോവിഡ് നിയന്ത്രണങ്ങളോടെ പള്ളികളിൽ ജുമ തുടങ്ങിയത്. ദുബായിലെ 766 പള്ളികളും ഷാർജയിലെ 487 പള്ളികളും ജുമക്കായി തുറക്കുമെന്ന് മതകാര്യ വകുപ്പുകൾ അറിയിച്ചു. മറ്റ് എമിറേറ്റുകളിലും കോവിഡ് നിയന്ത്രണങ്ങളോടെ പള്ളികളിൽ ജുമ നടക്കും. ശേഷിക്കുന്ന 30% വിശ്വാസികൾക്ക് മാത്രമായിരിക്കും പ്രവേശനം. ജുമയ്ക്ക് അരമണിക്കൂർ മുമ്പ് മാത്രമേ പള്ളികൾ തുറക്കൂ. 10 മിനിറ്റിൽ ഖുത്ബയും നമസ്കാരവും അവസാനിപ്പിക്കും. നമസ്കാരം കഴിഞ്ഞാൽ അരമണിക്കൂറിനുള്ളിൽ പള്ളി അടക്കും. വിശ്വാസികൾ മാസ്ക് ധരിച്ചിരിക്കണം. മുസല്ലകൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരണം. പള്ളിക്ക് സമീപത്തെ ഷെഡുകളിലും നമസ്കരിക്കാം. വീട്ടിൽ നിന്ന് അംഗശുദ്ധി വരുത്തി വേണം പള്ളിയിലെത്താൻ. നമസ്കാരത്തിലും ശാരീരിക അകലം പാലിക്കണം. ഖുർആൻ വീട്ടിൽ നിന്ന് കൊണ്ടുവരണം. പാരായണത്തിന് മൊബൈലും ടാബും ഉപയോഗിക്കാം. ജുമയ്ക്ക് മുമ്പോ പിമ്പോ ജനങ്ങൾ കൂട്ടം കൂടാൻ പാടില്ല. ഹസ്തദാനവും ആശ്ലേഷവും പാടില്ല. ഭക്ഷണമോ നോട്ടീസോ സംഭാവനയോ വിതരണം ചെയ്യരുത്. പ്രായമായവരും രോഗികളും കുട്ടികളും ജുമയ്ക്ക് വരുന്നത് ഒഴിവാക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു.
ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. ഇന്ത്യയിലെ പ്രമുഖ ബ്രാൻഡുകൾ വിൽക്കുന്നത് മായം കലർന്ന തേനാണെന്ന് റിപ്പോർട്ട്. പഞ്ചസാര സിറപ്പ് ചേർത്ത തേനാണ് പല പ്രമുഖ ബ്രാൻഡുകളും വിപണിയിലെത്തിക്കുന്നതെന്ന് CSE പറഞ്ഞു. 13 ബ്രാൻഡുകൾ വിപണിയിലെത്തിക്കുന്ന തേനിന്റെ സാമ്പിളുകളാണ് ഗുണനിലവാരം പരിശോധിക്കുന്നതിന് വേണ്ടി CSE തിരഞ്ഞെടുത്തത്. 77% സാമ്പിളുകളും പഞ്ചസാര സിറപ്പ് ചേർത്ത് മായം ചേർക്കുന്നതായി കണ്ടെത്തി. പരിശോധിച്ച 22 സാമ്പിളുകളിൽ 5 എണ്ണം മാത്രമാണ് എല്ലാ ടെസ്റ്റുകളിലും വിജയിച്ചത്. പ്രമുഖ ബ്രാൻഡുകളായ ഡാബർ, പതഞ്ജലി, ബൈദ്യനാഥ്, സന്തു, ഹിറ്റ്കാരി, എപ്പിസ് ഹിമാലയ എന്നീ ബ്രാൻഡുകൾ തേൻ സാമ്പിളുകൾ എല്ലാം NMR പരിശോധനയിൽ പരാജയപ്പെട്ടെന്ന് പഠനം വ്യക്തമാക്കുന്നു. എന്നാൽ തങ്ങൾ പ്രകൃതിദത്ത തേൻ മാത്രമേ നിർമ്മിക്കുന്നുള്ളൂവെന്നാണ് പതഞ്ജലി വക്താവ് അവകാശപ്പെട്ടിരിക്കുന്നത്. FSSAI നിശ്ചയിച്ച മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് തങ്ങളുടെ ഉൽപ്പന്നം നിർമ്മിക്കുന്നതെന്നും പതഞ്ജലി പറഞ്ഞു. ബ്രാൻഡിനെ തകർക്കാനുള്ള ഗൂഢാലോചനയാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നും വക്താവ് ആരോപിച്ചു. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. രാജ്യത്തെ കോവിഡ് വാക്സിൻ ലഭ്യതയ്ക്ക് അധികകാലം കാത്തിരിക്കേണ്ടി വരില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. COVID-19 സാഹചര്യം വിലയിരുത്താൻ ചേർന്ന വെർച്വൽ സർവകക്ഷി യോഗത്തിലാണ് പ്രധാനമന്ത്രി ഉറപ്പ് നൽകിയത്. വാക്സിൻ നിർമ്മിക്കുന്നതിനുള്ള പരിശ്രമത്തിലാണ് നമ്മുടെ ശാസ്ത്രജ്ഞർ. അവർ വളരെ ശുഭാപ്തിയിലുമാണ്. ഏറ്റവും വില കുറഞ്ഞതും സുരക്ഷിതവുമായ വാക്സിനാണ് ലോകം കാത്തിരിക്കുന്നത്. അതിനാൽ ലോകം ഇന്ത്യയിലേക്കാണ് ശ്രദ്ധ തിരിച്ചിരിക്കുന്നതെന്നും മോഡി പറഞ്ഞു. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ കോവിഡ് വാക്സിൻ തയ്യാറാകുമെന്നാണ് വിദഗ്ധരുടെ നിഗമനം. ശാസ്ത്രജ്ഞർ പച്ചക്കൊടി കാണിച്ചാൽ രാജ്യത്ത് വാക്സിനേഷൻ ആരംഭിക്കും. ആരോഗ്യപ്രവർത്തകർക്കും കോവിഡ് മുന്നണി പോരാളികൾക്കും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുള്ള വയോധികർക്കുമാണ് വാക്സിൻ നൽകുന്നതിൽ മുൻഗണനയെന്നും അദ്ദേഹം വ്യക്തമാക്കി. വാക്സിൻ വിതരണത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ യോജിച്ച് പ്രവർത്തിക്കും. വാക്സിൻ വിതരണത്തിനുള്ള വിദഗ്ധരും ശേഷിയും ഇന്ത്യക്കുണ്ട്. മറ്റ് രാജ്യങ്ങൾ നൽകുന്നതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് മികച്ച രീതിയിൽ വിതരണം നടത്താൻ കഴിയും. പൗരന്മാരുടെ ആരോഗ്യത്തിനാണ് സർക്കാർ ഏറ്റവും മുൻഗണന നൽകുന്നത്. വാക്സിനേഷൻ രംഗത്ത് ഇന്ത്യക്ക് വിപുലവും പരിചയസമ്പന്നവുമായ നെറ്റ്വർക്കുണ്ട്. അത് പൂർണ്ണമായും ഉപയോഗിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും തങ്ങളുടെ അഭിപ്രായം തന്നെ എഴുതി അറിയിക്കണമെന്നും മോദി ആവശ്യപ്പെട്ടു. അവ ഗൗരവമായി തന്നെ പരിഗണിക്കും. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. ബ്രിട്ടനിൽ അടുത്ത ആഴ്ച മുതൽ കോവിഡ് വാക്സിൻ പരീക്ഷിക്കുമെന്ന് സർക്കാർ. പൊതുജനങ്ങളിൽ വാക്സിൻ ഉപയോഗിക്കാൻ അനുമതി നൽകുന്ന ആദ്യ രാജ്യമായി ബ്രിട്ടൻ മാറി. ഏത് വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് ആദ്യം വാക്സിൻ നൽകേണ്ടതെന്ന് ഉന്നത സമിതി തീരുമാനിക്കും. ഫൈസർ ബയോ-എൻടെക് വാക്സിൻ പൂർണ്ണതോതിൽ ബ്രിട്ടൻ അനുമതി നൽകി. വയോജനങ്ങൾക്കായിരിക്കും ആദ്യം വാക്സിൻ നൽകൂ എന്നാണ് വിവരം. 40 മില്യൺ ഡോസ് വാക്സിനാണ് രാജ്യം ഓർഡർ നൽകിയിട്ടുള്ളത്. 20 മില്യൺ ആളുകൾക്ക് നൽകാൻ ഇത് തികയും. ആദ്യം 10 മില്യൺ ഡോസാണ് തയ്യാറാക്കുക. അടുത്ത ദിവസങ്ങളിൽ 8 ലക്ഷം ഡോസ് വാക്സിൻ രാജ്യത്തെത്തും. പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ ട്വീറ്റ് ചെയ്തത് ഇങ്ങനെ: വാക്സിന്റെ പ്രതിരോധം അവസാന ജീവിതം തിരിച്ചുപിടിക്കാനും സമ്പദ്ഘടനയെ ചലിപ്പിക്കാനും അനുവദിക്കും. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. റഷ്യയിൽ കോവിഡ് വാക്സിൻ വിതരണത്തിന് വൻതോതിൽ തുടക്കം കുറിക്കാൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. ഇതിന്റെ ഭാഗമായി സ്പുട്നിക് 5 വാക്സിന്റെ 20 ലക്ഷം ഡോസുകൾ രാജ്യത്ത് നിർമ്മിച്ചു കഴിഞ്ഞതായും പുടിൻ വ്യക്തമാക്കി. വാക്സിൻ വിതരണം അടുത്തയാഴ്ചയോടെ ആരംഭിക്കാനാണ് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഡോക്ടർമാർക്കും അധ്യാപകർക്കുമാവും വാക്സിൻ നൽകുക. സ്പുട്നിക് 5 വാക്സിൻ 95% ഫലപ്രദമാണെന്ന് ഇടക്കാല പരീക്ഷണ ഫലങ്ങൾ തെളിയിക്കുന്നതായി റഷ്യ മുൻപ് അവകാശപ്പെട്ടിരുന്നു. റഷ്യൻ പൗരന്മാർക്ക് സൗജന്യമായാവും വാക്സിൻ നൽകുകയെന്ന് NDTV മുൻപ് റിപ്പോർട്ട് ചെയ്തിരുന്നു. മാത്രമല്ല, സ്പുട്നിക് 5 വാക്സിന്റെ 2ഉം 3ഉം ഘട്ട പരീക്ഷണങ്ങൾ ഇന്ത്യയിൽ അനുമതിയോടെ ആരംഭിക്കുമെന്നും പ്രഖ്യാപിച്ചു. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. വൈറ്റ് ഹൌസ് കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ അലീസ ഫറ രാജിവെച്ചു. കഴിഞ്ഞ 3 വർഷത്തിലേറെയായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടറായി പ്രവർത്തിക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പിൽ ട്രംപ് പരാജയപ്പെട്ടതിനെ തുടർന്നാണ് അലിസ രാജിവെച്ചത്. തെരഞ്ഞെടുപ്പിന് പിന്നാലെ വൈറ്റ് ഹൌസ് വിടുന്ന ആദ്യത്തെ പ്രമുഖയാണ് അലിസ. ഇന്നലെയാണ് അലിസ രാജിക്കത്ത് സമർപ്പിച്ചത്. പുതിയ അവസരങ്ങൾ തേടാൻ വൈറ്റ് ഹൌസ് വിടുകയാണെന്ന് അവർ പ്രസ്താവനയിൽ പറഞ്ഞു. ആശയവിനിമയത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന തരത്തിൽ കൺസൾട്ടിംഗ് സ്ഥാപനം തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നതെന്നും അലിസ വ്യക്തമാക്കി. ട്രംപ് ഭരണകൂടത്തിന്റെ നിരവധി വിദേശ ആഭ്യന്തര മുൻഗണനകൾ നിർണ്ണയിക്കുന്നതിൽ അലിസ വലിയ പങ്കാണ് നിർവഹിച്ചത്. ട്രംപ് ഭരണകൂടത്തിനൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞതിലെ സന്തോഷം അലിസ പ്രകടിപ്പിച്ചു. നിരവധി വിഷയങ്ങളിൽ ഭരണകൂടം വലിയ പങ്കാണ് വഹിച്ചതെന്ന് അലിസ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. കഞ്ചാവ് മാരക മയക്കുമരുന്നല്ലെന്ന വാദത്തെ പിന്തുണച്ച് കേന്ദ്രം കഞ്ചാവിനെ മാരക മയക്കുമരുന്നുകളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നതിന് അനുകൂലമായി ഇന്ത്യ വോട്ട് ചെയ്തു.
ഐക്യരാഷ്ട്രസഭയുടെ മയക്കുമരുന്ന് നിയന്ത്രണ വിഭാഗത്തിന്റെ 63ാം യോഗത്തിലാണ് ഇന്ത്യയുടെ നിലപാട്. ഐക്യരാഷ്ട്രസഭയുടെ മയക്കുമരുന്ന് നിയന്ത്രണ വിഭാഗം മാരക മയക്കുമരുന്നുകളുടെ കൂട്ടത്തിൽ നിന്ന് കഞ്ചാവിനെ ഒഴിവാക്കി. 53 അംഗരാജ്യങ്ങളിൽ 27 പേരും കഞ്ചാവ് മയക്കുമരുന്നല്ല എന്ന വാദത്തെ പിന്തുണച്ചു. 59 വർഷമായി കഞ്ചാവിനെ മാരക മയക്കുമരുന്നിന്റെ വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നും മരുന്നായി ഉപയോഗിക്കാൻ പോലും പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല എന്നും UN വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റായ www.realnewskerala.com സന്ദർശിക്കുക. നന്ദി.